പ്രതീക്ഷിച്ചില്ല. ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഊട്ടിക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഞങ്ങളുടെ നൈബേഴ്സും പിന്നെ ചേട്ടൻ്റെ ഓഫീസിലത്തെ സെക്ഷനിലത്തെ ഫാമിലിയൊക്കെ ആയിട്ടാണ് പോണത്. നൈബേഴ്സ് എന്ന് പറയുന്നത് ചേട്ടൻ്റെ ഓഫീസിലത്തെ ആൾക്കാർ തന്നെയാണ് ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ ട്രിപ്പ്. ഒരു 11 ഫാമിലിയോളം ഒരു വലിയൊരു എയർ ബസ്സിലാണ് കേട്ടോ ഞങ്ങളുടെ യാത്ര. നല്ല വൈബായിരുന്നു. ഞങ്ങൾ കയറി വന്ന ശേഷം കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ ഡാൻസ് കളിയും പാട്ടും പിന്നെ സ്നാക്സും ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അവർ അതിൻ്റെ സപ്ലൈ ഉണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ അടിച്ച് തിമിർത്ത് കളിച്ച് അടിപൊളിയായിട്ട് യാത്ര ചെയ്തു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ക്ഷീണമായി, പിന്നെ ചത്ത് കിടന്നുറങ്ങിയിട്ടാ. പിന്നെ നമുക്ക് കിടക്കലൊന്നും ഉറങ്ങാൻ പറ്റാത്ത ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും കിടന്നുറങ്ങി. ഇവരാണ് കേട്ടോ ഞങ്ങളുടെ ട്വിൻസ് ബേബീസ്. ഇവരൊക്കെ കൊണ്ടിട്ടാണ് വന്നത്. അപ്പോൾ കുഞ്ഞു കുട്ടികളെ കൊണ്ടിട്ട് അങ്ങനെ 2 ഫാമിലി അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കും വലിയ വിഷമങ്ങളൊന്നും ഉണ്ടായില്ല. നല്ല സുഖമായിരുന്നു യാത്ര. തിരിച്ചു വരുമ്പോൾ പിന്നെ ചെറിയൊരു ജലദോഷം പോലെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. കാരണം ഭയങ്കര തണവായിരുന്നു ഊട്ടിയിൽ. എത്ര 6-7 ഡിഗ്രിയൊക്കെ ആയിരുന്നു തണവ്. അതുകൊണ്ട് എനിക്കൊന്നും സഹിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബസ്സിൽ കയറി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഫ്രണ്ട്സുകളൊക്കെ കുറച്ച് പേരൊക്കെ ഇറങ്ങി ഡാൻസ് കളിക്കാൻ. എനിക്കാണെങ്കിൽ സ്റ്റാർട്ടിങ് ട്രബിൾ ഭയങ്കര കൂടുതലാണ്. കുറച്ച് ഡാൻസ് കളിക്കാണ്ട, വർത്താനം പറയണേലല്ല, ഡാൻസ് കളിക്കാനൊക്കെ ആയിട്ട്. അപ്പം ഒന്ന് വൈബായി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനും ഇറങ്ങി പറ്റുന്ന പോലെയൊക്കെ ഡാൻസൊക്കെ കളിച്ചു. വെറുതെ ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ടൊക്കെ ഇങ്ങനെ കിടന്ന് തുള്ളൂലോ. പെരുന്നാൾക്കൊക്കെ ചില ചേട്ടന്മാർ കാട്ടുന്നുണ്ടല്ലേ കൈ കൊണ്ട് നല്ലൊരു താളത്തിലൊക്കെ കൈ കൊണ്ട് ഒക്കെ ആക്കി തുള്ളണം. അതേപോലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഊട്ടിയിലെത്തി സെറ്റായി. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് പറ്റണ പോലെയൊക്കെ ഡാൻസൊക്കെ കളിച്ചു. അന്നമ്മയുടെ ഫ്രണ്ട് വാവച്ചും കൂടിയിട്ട് റീൽസ് എടുക്കലും അങ്ങനെയൊക്കെ നല്ല വൈബായിരുന്നു. ഇത് പിറ്റേ ദിവസം പുലർച്ചെയാണ്, ഒരു 6:30 ടൈമാണ് കേട്ടോ. അത് ഇപ്പം ഭയങ്കര തണവാണ്. കൂനൂർ സ്റ്റേഷൻ എന്നാണ് ഇതിൻ്റെ പറയുക. ഇവിടെ നിന്ന് കണ്ടെങ്കിൽ ഊട്ടി ട്രെയിനിൽ നമ്മൾ 1 മണിക്കൂർ നമുക്ക് യാത്രയുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം വിചാരിച്ചത് വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല, സ്വെറ്റർ ഒന്നും ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയപ്പോൾ നമ്മളെ കൊണ്ട് പറ്റണില്ല. ദൈവമേ, തണുത്തിട്ട് ഞാനാണെങ്കിൽ ഷൂ എടുക്കാനും മറന്നു. അപ്പോൾ കാലിൻ്റെ തുമ്പൊക്കെ ചെറിയൊരു പോളം പോലെ വന്ന് ആകെ തണവായിരുന്നു. തൊപ്പി എടുത്തിട്ടില്ല. ആകെ 2 തൊപ്പി ഉണ്ടായിരുന്നുള്ള ആ തൊപ്പി പിള്ളേർക്കും കൊടുത്തു. അപ്പോൾ എനിക്കാണെങ്കിൽ തണുത്തിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ആ ഒരു സാഹചര്യമായിട്ട് നമ്മളിങ്ങനെ ഒന്ന് യൂസ്ഡ് ആവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ആർക്കും തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം വിചാരിച്ചത് ഊട്ടിയല്ലേ, ഭയങ്കര തണവൊന്നും ഉണ്ടാവില്ലായിരിക്കും. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാറിൽ പോയപ്പോൾ ഇതിലും വലിയ തണവുണ്ടാവും എന്ന് പറഞ്ഞിട്ട് വലിയ തണവൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഊട്ടിയിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എല്ലാവരും സ്വെറ്റർ വാങ്ങണതിൻ്റെ കൂട്ടത്തിൽ ഞാനും കൂടി വാങ്ങിയെന്ന് മാത്രം. പക്ഷെ അത് ഭാഗ്യമായി ഗൈസ്, അല്ലെങ്കിൽ തണുത്ത് വിറങ്ങലിച്ച് ഞാൻ ചത്തുപോയാനെ. എന്തൊരു തണവായിരുന്നു ദൈവം. ഇതിനു മുന്നേ ഞാൻ ഇങ്ങനൊരു തണവ് ഞാൻ കാശ്മീർ പോയപ്പോഴായിരുന്നു. അത്ര തണവായിരുന്നു. ദ്യുതിക്കൊന്നും തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കും ദ്യുതിക്കൊന്നും തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വിറച്ചിട്ടേ. പിന്നെ ദ്യുതിയേക്കാളും ഭേദം ഞാനായിരുന്നു എന്ന് മാത്രം. അവൾക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആൾക്കാർ അങ്ങനെ ഞങ്ങളുടെ കൂടെ വന്ന ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ടോയ്ലറ്റിലേക്ക് പോകാനൊക്കെ ആയിട്ട്, പ്രഭാത കർമ്മങ്ങൾക്കൊക്കെ വേണ്ടി പോകാനൊക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം ഒരുപാട് നേരം ട്രെയിൻ ഇത്തിരി നേരം വൈകിട്ടാണ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ബാത്റൂമിൽ പോക്കും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ സമയമൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ ഒരു ചെറിയൊരു ചായക്കട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോഴും നല്ല വാട്ടയും നല്ലൊരു ചായയും, ചൂട് ചായയാണ്. പക്ഷെ നമ്മുടെ കയ്യിലെത്തുമ്പോഴേക്കും തണുക്കും. അത്ര തണവായിരുന്നു. പിന്നെ ഇത്തിരി തണുത്താലും നമ്മുടെ ഫ്രണ്ട്സുകളായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഒരു യാത്ര, അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു കേട്ടോ. പിന്നെ നല്ല എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പം പിന്നെ നമുക്ക് ആ യാത്രയിൽ ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. പറഞ്ഞാൽ ഈ ഊട്ടി ട്രിപ്പിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ പിള്ളേരും എൻ്റെ ഫ്രണ്ട്സുകളും അങ്ങനെ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എല്ലാതും ഉണ്ട്. വർഷത്തിലൊരിക്കൽ ഒരു ട്രിപ്പ് ഇവരുടെ സെക്ഷനിൽ നിന്ന് പോകട്ടാം. സാധാരണ ഞങ്ങളിങ്ങനെ റിസോർട്ടിലാണ് പോകാറ്. ഇപ്പം ഞങ്ങളാണ് പറഞ്ഞത് എല്ലാ വർഷവും ഞങ്ങൾ റിസോർട്ടിലേക്കല്ല കൊണ്ടുപോകണം. ഈ പ്രാവശ്യം നമുക്കിങ്ങനെ ഒരു ട്രിപ്പായിട്ട് പോവാം, ഇങ്ങനെ ഒരു സ്ഥലങ്ങളിലേക്ക് പോകാം, അവിടെയൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് കണ്ട് അങ്ങനത്തെ ഒരു ട്രിപ്പായിട്ട് പോകാമെന്ന് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് അവർ ഇപ്രാവശ്യം അവൻ ഊട്ടിയിലേക്ക് ആക്കിയതാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ചായക്കട കേട്ടോ. നല്ല സൂപ്പർ വടയായിരുന്നു. കണ്ട എൻ്റെ കാലിൻ്റെ തുമ്പ് ഇങ്ങനെ പോളം വന്ന്, തണുപ്പ് കാരണം ഇങ്ങനെ പോളം വന്നു. ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടായിണ്ടാ? നിങ്ങൾ നല്ല തണുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ഷൂ തന്നെ ഇട്ടിട്ട് പോകാനായിട്ട്. ഇത്ര തണുപ്പുണ്ടാവും പ്രതീക്ഷിച്ചില്ല. എൻ്റെ കാലൊക്കെ മരവിച്ച് പോയി.
വെറുഹങ്കാര ഞാൻ അതിൽ പറയാം. അങ്ങനെ കുറച്ച് നേരം കാത്തു നിന്നെങ്കിലും ഞങ്ങൾ ഊട്ടി ട്രെയിനിൽ അങ്ങനെ കയറിയിട്ടാ. അതൊരു പ്രത്യേക ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ഫ്രണ്ട്സുകളുടെ ഒപ്പം വർത്താനം കളിയും ചിരിയും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഇത് ഒരു കാടിൻ്റെ ഉള്ളിക്കൂടെ പൈൻ മരത്തിൻ്റെ ഉള്ളിക്കൂടെ അങ്ങനെയൊക്കെ പോവും. ചേട്ടൻ മുൻപേ ഒരു പ്രാവശ്യം ചേട്ടൻ്റെ അവിടുത്തെ നാട്ടിലത്തെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഊട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാട്ടുപോത്തില്ലേ അതിനൊക്കെ കാണാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ കുരങ്ങന്മാർ അങ്ങനെയൊക്കെ കാണാം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പോയിപ്പോൾ കഷ്ടകാലത്തിന് ഒരെണ്ണത്തിനും കണ്ടില്ല. ഞങ്ങളുടെ കൂടെ വന്ന വിവേക് കണ്ടു എന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് കണ്ടില്ല. 2 പേര് കണ്ടു, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ബാഗൊന്നും കിട്ടിയില്ല. പക്ഷേ ഊട്ടി ട്രെയിനിലുള്ള സവാരി ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഊട്ടിക്ക് വരുമ്പോൾ ആരും മിസ് ചെയ്യാണ്ട് പോകേണ്ട ഒരു ട്രിപ്പാണ് ഈ ട്രെയിനിലുള്ള യാത്ര. ഊട്ടി ട്രെയിൻ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ അകലേന്ന് മലയുടെ മുകളിലൊക്കെ ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു വീടുകൾ, കുഞ്ഞു സോപ്പ് പെട്ടിയിൽ അത്രയ്ക്കേ നമുക്ക് തോന്നുള്ളൂ. അങ്ങനെ കുഞ്ഞു അടുത്തടുത്ത് വീടുകൾ അത് കാണലും പിന്നെ തേയിലത്തോട്ടങ്ങൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തണുപ്പൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വേഗം വിട്ടോട്ടോ ഇപ്പോൾ ഊട്ടിയിലേക്ക്. അത്രയും നല്ല ക്ലൈമറ്റാണ്. 8 ഡിഗ്രി 7 ഡിഗ്രി ഒക്കെ ആയിട്ടാണ് തണുപ്പ്. പക്ഷേ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ഈ പൂക്കൾ വിരിഞ്ഞ് നിൽക്കൽ കാണാം. അങ്ങനത്തെ കുറേ പരിപാടികളില്ലേ, ഊട്ടിപ്പൂക്കൾ, അങ്ങനത്തെ കാണുകളിലൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഊട്ടിയിൽ പോയി കഴിഞ്ഞാൽ നല്ല റോസാപ്പൂക്കളും അങ്ങനെയൊക്കെ ആയിട്ട് കാണുന്നത്. പക്ഷെ അങ്ങനെ അധികം പൂക്കളും അങ്ങനെയൊന്നും എനിക്ക് കാണാനായിട്ട് പറ്റിയില്ല. ഈ വീഡിയോയിൽ ഞാൻ എന്ത് കാര്യമാണ് പറയാൻ, എന്തെങ്കിലും ഒരു ക്വാളിറ്റീനെ പറ്റി പറയണമല്ലോ. അങ്ങനെ ഒരു കാര്യം എന്താ പറയാമെന്ന് വെച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, എൻ്റെ അമ്മ എന്നോട് ഞാൻ യാത്ര പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. ഒരേ ഒരു ജീവിതമുള്ള മോളെ, ഇഷ്ടമുള്ളതൊക്കെ കാണാം, ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ പോവുക, ഇഷ്ടമുള്ളതൊക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്നതൊക്കെ വാങ്ങുക. ഈ ഒരു ജീവിതം എപ്പോൾ അവസാനിക്കും ഒന്നും നമുക്കറിയില്ല അല്ലേ. ഒറ്റൊരു ജീവിതമുള്ളൂ, അത് നന്നായിട്ട് ആസ്വദിക്കുക. ആരോടും ദേഷ്യമില്ലാതെ വെറുപ്പില്ലാതെ എല്ലാവരും സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുക. അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ 1 മണിക്കൂറത്തെ ഞങ്ങളുടെ ട്രെയിൻ സവാരി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടാണ്. അപ്പം സാധാരണ നമ്മുടെ സ്റ്റേഷൻ പോലെ തന്നെ, അത്രയും വലിയ സ്റ്റേഷനൊന്നുമല്ല, ചെറിയൊരു സ്റ്റേഷനാണേ. അങ്ങനെയൊക്കെ പോയി അവിടെ എത്തിയപ്പോഴത്തേക്കും അതുകൊണ്ട് ബാത്റൂമിൽ പോകാനായിട്ട് തോന്നിയിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോഴേക്കും ഞാൻ അവനെയും കൊണ്ട് പോയി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് എത്തി. പിന്നെ അവിടുന്ന് തൊട്ടടുത്തായിരുന്നു ഹോട്ടൽ. അപ്പോൾ ഹോട്ടലിലേക്ക് പോയി. പിന്നെ ആദൂട്ടൻ പുട്ടുറുമീസ് ആയതുകൊണ്ട് പുട്ട് തന്നെ ഞങ്ങൾ കഴിച്ചു. ആദൂട്ടൻ കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ ഇത്തിരി നേരം വൈകി ഞാൻ അവിടെ ഹോട്ടലിലേക്ക് എത്തിയപ്പോൾ. അപ്പോൾ മുന്നേ കഴിച്ചവർ പറഞ്ഞു മസാല ദോശയും ഓർഡർ ചെയ്യല്ലേ, ഒട്ടും കൊള്ളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അപ്പം നല്ലതാ, അപ്പം ഓർഡർ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പമൊക്കെ വാങ്ങി. മുട്ടക്കറി ഒന്നും ഉണ്ടായിരുന്നില്ല, ചിക്കൻ കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചിക്കൻ കറിയും കൂട്ടിയൊക്കെ നല്ല രീതിയിൽ കഴിച്ചു. വലിയ തരക്കേടുണ്ടായിരുന്നില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കുഴപ്പമുണ്ടായില്ല, നല്ലതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങളെല്ലാം ലഗേജും എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് നേരെ പോയത് ഈ ടീ ഫാക്ടറിയില്ലേ, ചോക്ലേറ്റ് ഫാക്ടറി, ടീ ഫാക്ടറി, അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നേ. അപ്പം അതൊരു വലിയൊരു അനുഭവമായിരുന്നു കേട്ടോ. എങ്ങനെയാണ് ഇവരിങ്ങനെ ചെയ്യണേന്നുള്ളൊരു കാര്യം. ഇല പൊടിച്ച് അവർ ഒരുപാട് പ്രോസസ്സിലൂടെയാണ് ഇങ്ങനെ ടീ പൗഡറായിട്ട് ഇങ്ങനെ അവർ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു 10 മണി 11 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര തണുപ്പൊന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് ആരും സ്വെറ്ററൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല ചൂടായിരുന്നു. ഊട്ടിയിൽ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ലൈനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഈ ടീ മ്യൂസിയം കാണാൻ പോയപ്പോൾ തന്നെ ഒരുപാട് സ്കൂൾ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ടീ മ്യൂസിയത്തിലേക്ക് ജസ്റ്റ് ഇങ്ങനെ കടക്കുമ്പോൾ ഇങ്ങനെ കുറേ ബോർഡുകളാണ് ആദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പം അതിൽ എന്തൊക്കെ എഴുതിയേക്കണേന്ന് നോക്കാനൊന്നും ഞാൻ പിന്നെ നിന്നില്ല. ഈ ടീനെ പറ്റിയിട്ടൊക്കെയാണ് ഒരുപാട് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു വലിയൊരു സ്ഥലത്ത് ഈ ഇലകളൊക്കെ തേയിലകളൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അത് ചെറിയൊരു ട്രോളി പോലത്തെ ഒരു സംഭവത്തിലൂടെ ഇങ്ങനെ കയറ്റിയിട്ട് ഒരു ഗ്രൈൻഡറിലേക്ക് ഇടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് നമ്മുടെ കയ്യിലിരിക്കണ ഈ ചായപ്പൊടിയുടെ പോലെ ആ പരുവത്തിലാവുന്നത് കേട്ടോ. പിന്നെ ഇവിടെ പോയപ്പോൾ പല തരത്തിലുള്ള ചായപ്പൊടി, കോഫി മിക്സ് ചെയ്തിട്ടുള്ള ചായപ്പൊടി, അങ്ങനെ പല തരത്തിലുണ്ട്. ചുക്കിൻ്റെ, അങ്ങനെ ഏലക്കായയുടെ മാത്രമായിട്ട് അങ്ങനത്തെയൊക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റികൾ കാണാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് ഇവിടേക്ക് വന്നിറങ്ങിയ വശം ഒരു ചെറിയൊരു ഒരു ബാഡ്ജ് തരും, കയ്യുമ്പോൾ ഒരു ബാൻഡ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട്. അതുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് സാമ്പിൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് ചോക്ലേറ്റും
ഈ ചായയുടെ അവിടേക്ക് ടീ മ്യൂസിയത്തിലേക്ക് പോയാൽ ഇവർ ഉണ്ടാക്കുന്ന ഈ ചായപ്പൊടി കൊണ്ട് നമുക്കൊരു ഗ്ലാസ് ചായയും കിട്ടും. പക്ഷേ ചിലവർ പറയണു അവർ തരുന്ന ചായയും ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകണ ചായപ്പൊടിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ വീട്ടിൽ പോയിട്ട് ഈ ചായപ്പൊടിയും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവരുണ്ടാക്കുന്ന പോലെ ടേസ്റ്റ് കിട്ടുന്നില്ല എന്നാണ് ചിലവർ പറയുന്നത് കേട്ടോ. അപ്പം എങ്ങനെയുണ്ടെന്ന് ഞാനിട്ട് നോക്കിയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇവിടെ നല്ല തരിതരിയായിട്ടുള്ള ചായപ്പൊടിയും നല്ല ഫൈൻ പൗഡറായിട്ടുള്ള ചായപ്പൊടിയും വേറെ വേറെ സ്ഥലത്ത് ആണ് അവരിങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നവരെല്ലാവരും ചായ കുടിച്ചു. പക്ഷെ ഞങ്ങൾ കുടിച്ച ചായക്ക് ചെറിയൊരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നല്ല ചായയായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ടേസ്റ്റുള്ളൊരു ചായ കുടിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴും ഇവിടെ നിന്ന് വാങ്ങിയ പൊടി ഇട്ടിട്ട് വെച്ച് നോക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ആയാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന കേട്ടോ. ഞങ്ങളുടെ കൂടെ വന്ന ഒരുവിധം ഫാമിലി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കണ്ട പോലെ ലെമൺ ടീ ഉണ്ട്, ജിഞ്ചർ ടീ ഉണ്ട്, ചോക്ലേറ്റ് ടീ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റികളുണ്ട്. ഒരുപാട് പേര് വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കായിരുന്നു ഞങ്ങൾ വാങ്ങാനായിട്ട് തന്നെ നിൽക്കുമ്പം. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പോയത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ്. ഒരുപാട് ദൂരമൊന്നുമില്ല, തൊട്ടടുത്ത ബിൽഡിങ്. അതിൽ ഇവിടെ പോകാൻ തന്നെ ടീ ഫാക്ടറിയുടെ ഇടയിൽ പോകാൻ തന്നെ സ്ഥലമുണ്ട്. അപ്പം നേരെ എന്നിട്ട് ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട് പോയി. കയറി വന്ന വശം തന്നെ ഒരു 3 കുഞ്ഞൊരു ചോക്ലേറ്റിൻ്റെ ഒരു ഉണ്ടമണികളൊക്കെ തന്നു കേട്ടോ. പിന്നെ തേയിലപ്പൊടി ഉണ്ടാക്കണ പോലെ വലിയ പ്രോസസ്സൊന്നും ഇല്ല ചോക്ലേറ്റ് ഉണ്ടാക്കാൻ. പിന്നെ കൊക്കപ്പഴത്തിൽ നിന്ന് ഇവരിങ്ങനെ ചോക്ലേറ്റിൻ്റെ അത് സംഭവം മധുരമൊക്കെ കൂട്ടി പിന്നെ അങ്ങനെ ഇത് ലിക്വിഡാക്കി പിന്നെ മോൾഡുകളിൽ ഒഴിച്ച് അങ്ങനെ ആക്കി എടുക്കുന്നു. പിന്നെ ബദാം വെച്ചിട്ടുള്ള ബദാം ചോക്ലേറ്റിൻ്റെ സംഭവം, അങ്ങനെ പലതരത്തിലുള്ള ചോക്ലേറ്റിൻ്റെ വെറൈറ്റികളുണ്ട്. അപ്പോൾ ഈ ബദാം വെച്ചിട്ട് അതിലിങ്ങനെ ഡിപ്പ് ചെയ്ത് അങ്ങനെ ഫ്രോസണൊക്കെ ആക്കി അങ്ങനെ അതിനെ ഉറപ്പിച്ച് അങ്ങനെയൊക്കെ നമുക്ക് തരുന്നുണ്ട്. പലതരത്തിലുണ്ട്. നമ്മളും ചോക്ലേറ്റിൻ്റെ 2-3 വെറൈറ്റി ഒക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് താഴെ ബില്ലിങ്ങൊക്കെ താഴെയായിരുന്നേ. അപ്പോൾ ബില്ലടയ്ക്കാനൊക്കെ താഴെ പോയി അവിടെ നിന്ന് നമുക്ക് സാധനം കിട്ടും. അവിടെ പോയപ്പോഴാണ് സ്വെറ്ററുകൾ, തൊപ്പികൾ, ബാഗുകൾ, സകലമാന സാധനങ്ങളുണ്ട്. പക്ഷേ ഇരട്ടി വിലയാണ്. ടൂറിസ്റ്റുകളാണെന്ന് പറയുമ്പോൾ ഇവർ പിന്നെ കയറ്റി ഇടുമല്ലോ, പിന്നെ വിലപേശി വാങ്ങണം. അപ്പോൾ ഞങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവർക്ക് വിലപേശലൊന്നും അങ്ങ് ഏക്കണില്ല. പിന്നെ ഞങ്ങളൊന്നും വാങ്ങാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള കേട്ടോ. ഇനിയുണ്ട് വിശേഷങ്ങൾ. പൈൻ ഫോറസ്റ്റിലേക്ക് പോയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നാളത്തെ വീഡിയോയിലിടാം. അപ്പോൾ ടാറ്റാ ബൈ, സീ യു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ.